ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് 2024 ഇന്ന് നടന്ന ഉപജില്ലാതലം LP വിഭാഗത്തിൻ്റെ ചോദ്യങ്ങളാണ്. ഈ ക്യൂസിൽ എത്ര മാർക്കാണ് കിട്ടിയതെന്നും ജില്ലാതലത്തിലേക്ക് പങ്കെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ് വിരമിച്ചു. അദ്ദേഹത്തിൻ്റെ മികവിനുള്ള അംഗീകാരമായി ജേഴ്സി നമ്പറും ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ വിരമിച്ചതായി പ്രഖ്യാപിച്ചു. ഏതാണ് നമ്പർ? ഓപ്ഷൻ 15, 16, 17, 18. ഉത്തരം 16. ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 9 അവാർഡുകൾ വാരിക്കൂട്ടിയ ആടുജീവിതത്തിൽ ആരെ അവതരിപ്പിച്ചാണ് പൃഥ്വിരാജ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്? നജീബ് മുഹമ്മദ്. നാം ജീവിക്കുന്ന ഈ ലോകത്തിലെ ചരിത്രം കുറേയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെപ്പറ്റിയും ചിന്തിക്കേണ്ടി വരും. ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണ്. അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണ്. ലോകപ്രശസ്തമായ ഒരു കത്തിലെ വരികളാണിവ. ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പേരെന്ത്? ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ജവഹർലാൽ നെഹ്റു. ഈ പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചതാര്? രാജാ രവിവർമ്മ. ഹംസവും ദയമന്തിയും. ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 18ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ 3818 എങ്കിൽ 1ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ എത്രയായിരിക്കും? 3801. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ, ഏറെ തലമുറയേന്തിയ പാരിൻ വാരൊളി മംഗളകന്ദങ്ങൾ. ആരുടെ കവിത? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. പന്തങ്ങൾ. 12 ആളുകൾ കാവൽ നിൽക്കും ചന്തമി എന്നൊരു കൊട്ടാരം, വലിയമ്മാനും ചെറിയമ്മാനും റോന്തും ചുറ്റും കൊട്ടാരം, കൊട്ടാരത്തിൽ നിന്നും ഇടയ്ക്കിടെ മണിയടി കേൾക്കാം കട്ടായം, ഏതേതാണീ കൊട്ടാരം, ആരോരോതും കേൾക്കട്ടെ. ഈ പഴഞ്ചൊൽ കവിതയുടെ ഉത്തരം? ക്ലോക്ക്. ചിത്രം ആരുടേത്? AN ഷംസീർ, കേരള നിയമസഭാ സ്പീക്കർ. ഏത് ഏഷ്യൻ രാജ്യത്തിൻ്റെ ദേശീയ പതാകയാണിത്? കാലിക പ്രാധാന്യമുണ്ട്. ബംഗ്ലാദേശ്. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംരംഭിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരീകരണം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും ഉയരത്തിലുള്ള മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണസ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഡാഷ്. ഉരുൾപൊട്ടൽ. ചിത്രത്തിൽ കാണുന്ന സംഗീതോപകരണം തിരിച്ചറിയുക. മദ്ദളം. ജനങ്ങൾക്ക് പ്രിയങ്കരനായിരുന്ന ഏത് നേതാവിൻ്റെ ചിത്രമാണിത്? AK ഗോപാലൻ, AKG. ഏത് ഐതിഹാസിക സമരത്തിൻ്റെ സ്മാരകമാണിത്? ഉപ്പു സത്യാഗ്രഹം. ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട 2 ധീര ദേശാഭിമാനികൾ ആരൊക്കെ? രാജ്ഗുരു, സുഖ്ദേവ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏത്? കോട്ടയം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ചിത്രമാണിത്. പാർലമെന്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ സ്പെല്ലിംഗ് എഴുതുക. PARLIAMENT. കേരളത്തിൻ്റെ ഭൂപടത്തിൽ അടയാളം ചെയ്തിരിക്കുന്ന ജില്ല ഏതാണ്? വയനാട്. ഏത് കവിയുടെ ചിത്രമാണിത്? വയലാർ രാമവർമ്മ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 23. തെറ്റായ പ്രസ്താവന ഏത്? ഡോക്ടർ സലീം അലി. പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ്. പഴശ്ശി സ്മാരകം വയനാട് ജില്ലയിലാണ്. ഉത്തരം ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിൽ ആണ് എന്നതാണ്. ഇനി നമുക്ക് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ആരാണ്? K രാജൻ. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ബാലതാരമായ മലയാളി? ശ്രീപദ് യാൻ. ഇന്ത്യയിലെ
ആദ്യ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യവനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? തിരുവനന്തപുരം. അമ്പിളിയമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്? കൊമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്. ഈ വരികൾ രചിച്ചതാര്? ONV കുറുപ്പ്. ഒരു വ്യാഴവട്ടം എത്ര വർഷങ്ങൾ ചേർന്നതാണ്? 12.